കുറെ ബ്രെയിൻ സ്റ്റഡി തെറ്റാണ്. കൊറോണ ടൈമില് ഏറ്റവും കൂടുതൽ സെക്ഷൽ ഇത് നടന്നത് വീടുകളിലാണ്. അതൊന്ന്. സെക്കൻഡ്, ഹ്യൂമൻ ബീങ്സിന് ഫ്രീ വീലിംഗ് ഇന്റലിജൻസ് എന്നാ പറയണേ. അപ്പൊ നമുക്ക് സെക്സിന്റെ മാത്രമുള്ള കുറെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ സെക്സിന്റെ വരുമ്പം വിൽ പവർ വേണം. അത് എവിടെ നിർത്തണമെന്ന് നാച്ചുറലി വരുമ്പോ പറയുന്ന രീതിയിൽ പറഞ്ഞ രീതിയിൽ അവിടെ ഇവിടെ അച്ഛൻ കയറി മകളെ പിടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മകൻ കയറി അമ്മയെ പിടിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാട്ടിരിക്കുന്ന ബോഡി കയറി പിന്നെ പിടിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ബയോളജി സാർ പറഞ്ഞ പോലെ തന്നെ ബസ്സിൽ കയറുന്നുണ്ട് കിഴവന്മാർ നിന്ന് എർത്ത് കൊടുക്കും. കാരണം എന്താ? നിങ്ങളെ 5 വയസ്സുള്ള രീതിയിലുള്ള ശരീരപ്രകൃതിയാണോ ഇപ്പോൾ? അല്ലെ ആ 5 വയസ്സിലെ ഹോർമോൺ വ്യതിയാനമാണോ നിങ്ങൾക്ക്? അല്ലല്ലോ. അപ്പോൾ പുരുഷന് ഒരു മധ്യ വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകും. റയർ കേസ്. അല്ല, അങ്ങനെയുള്ള ചിലര് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും. അതിനെ നിങ്ങൾ പുരുഷന്മാരെ മുഴുവൻ അടച്ചങ്ങട അത് അധിക്ഷേപിക്കും. ഹോർമോൺ ഇംബാലൻസിന് സ്ത്രീകളെ ചികിത്സിക്കാമെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് പുരുഷന്മാരെയും ചികിത്സിക്കാം. എന്നോട് ചോദിച്ച ചോദ്യത്തിൽ പെണ്ണിന് എന്തുകൊണ്ട് തിരിച്ചു ചോദിക്കുന്നില്ല? ഡേവിഡ് എം ബസിന്റെ ഒരു പുസ്തകമുണ്ട്, ബാഡ് മെൻ എന്ന് പറഞ്ഞുകൊണ്ട്. അത് റെഫർ ചെയ്യാൻ വേണ്ടി പറയാണ്, കൂടുതൽ സമയം തരാത്തോണ്ട്. ഇവിടെ ഒന്നും അത് മനസ്സിലാക്കേണ്ടത്, പെണ്ണിന് വിഷ്വൽ സ്റ്റിമുലൈ അല്ല പ്രൈമറി സ്റ്റിമുലൈ എന്ന് പറയുന്നത്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സെക്ഷൽ തോട്ട്സ് വരണമെന്നുണ്ടെങ്കിൽ കെയറിംഗ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമേ പറ്റുള്ളൂ. അതിന് നമ്മൾ അണ്ടർ പെർസെപ്ഷൻ ബയാസ് എന്ന് പറയും. പെണ്ണിന് പെട്ടെന്ന് ആണിനോട് സെക്ഷൽ തോട്ട്സ് വരൂല, പക്ഷെ ആണിന് വിഷൻ വഴി എന്ത് വരും? സെക്ഷൽ തോട്ട്സ് വരും. ഇത് ബയോളജിയാണ്. ഇത് ബയോളജിയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുരുഷന്മാരെ കാണുമ്പോൾ തോന്നുന്നില്ല, തിരിച്ചവർക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചാൽ ചോദ്യം ഉണ്ടല്ലോ, വളരെ കറക്റ്റ് ആണ്, ജെന്യൂൻ ആണ് പറഞ്ഞത്. പെണ്ണിന് വിഷൻ വഴി അങ്ങനെ തോന്നില്ല, അത് ബയോളജിയാണ്. ആണിന് വിഷൻ വഴി തോന്നും, അതും ബയോളജിയാണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ കൺട്രോളിന്റെ കാര്യം പറഞ്ഞു. തീർച്ചയായും കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, യാതൊരു സംശയമില്ല. ഒരു സ്ത്രീ ഏത് രൂപത്തിൽ നഗ്നമായി നടന്നാൽ പോലും നോക്കാൻ പോലും, അനാവശ്യമായി നോക്കാൻ പോലുള്ള അവകാശമില്ല, കൃത്യമാണ്. പക്ഷെ ഒരു സൊസൈറ്റി ഒരിക്കലും ഉട്ടോപ്പിയൽ സൊസൈറ്റി ആയിരിക്കില്ല. ഇവിടെ ഗോവിന്ദച്ചാപ്പിമാരുണ്ട്, ഇവിടെ പലതരത്തിലുള്ള തോട്ട്സ് ഉള്ള പുരുഷന്മാരുണ്ട്. അവരുടെ മുമ്പിലേക്ക് സ്ത്രീ ശരീരം തുറന്നു വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ട്, ബയോളജിക്കലി അത് ഉണ്ട്.